ക്ലാസ് 4-ാമത്തെ ഭാഗമാണിത്. 16:16 4 എത്ര? 1/4 ഓഫ് 16 ആണ് ചോദ്യം. അപ്പോൾ നമ്മളത് എഴുതേണ്ടത് 16 1/4 മീൻസ് അതിൻ്റെ കാൽഭാഗം, അതായത് ബൈ 4 ചെയ്താൽ മതിയോ. അപ്പോൾ ഇത് 4 ആയ സ്ഥിതിക്ക് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? 4 പോലെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ 16 എന്ന് പറയുന്നത് 4 സ്ക്വയർ ആണല്ലോ. 4 സ്ക്വയർ ഓൾ റേസ് ടു 16 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അപ്പോൾ ഇതെങ്ങനെ മാറണം? 4a റേസ് ടു m ഓൾ റേസ് ടു എന്ന് വെച്ചാൽ a റേസ് ടു m ഇൻറ്റു n, ദാറ്റ് ഈസ് 4 റേസ് ടു 16 ഇൻറ്റു 2 32 ഡിവൈഡഡ് ബൈ 4 റേസ് ടു 1. അപ്പോൾ ഒരേ ബേസ് നമ്പർ സെയിം ആയിട്ടുള്ള ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പവർ തമ്മിൽ മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 4 റേസ് ടു 32 മൈനസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 റേസ് ടു 31. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തൊരു ചോദ്യം. 6 റേസ് ടു 10 മൈനസ് 4 റേസ് ടു 10ൻ്റെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കമേത്? വാട്ട് ഈസ് ദ ഡിജിറ്റ്സ് ഇൻ വൺസ് പ്ലേസ് ഓഫ് 6 റേസ് ടു 10 മൈനസ് 4 റേസ് ടു 10? അപ്പോൾ 6 റേസ് ടു 10ൻ്റെ വൺസ് പ്ലേസിലെ നമ്പർ നോക്കാം. 6ൻ്റെ പവേഴ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. 6 റേസ് ടു 1 മീൻസ് 6 തന്നെ വരും. 6 സ്ക്വയർ എന്ന് വെച്ചാൽ 36, അപ്പോൾ വൺസ് പ്ലേസിൽ 6 വരും. 6 ക്യൂബ് എന്ന് വെച്ചാൽ 36 ഇൻറ്റു 6, 6 6 ആർ 36. ഏത് നമ്പർ എടുത്താലും 6ൻ്റെ പവറിൽ വൺസ് പ്ലേസിൽ ആര് വരും? 6 തന്നെ വരും. ഇനി 4ൻ്റെ കേസ് നോക്കാം. 4ൻ്റെത് 4 റേസ് ടു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. 4 സ്ക്വയർ എന്ന് വെച്ചാൽ 4 4s ആർ 16 വരും. അടുത്തത് 4 ക്യൂബ് 16 ഇൻറ്റു 4, അപ്പം 4 വരുള്ളൂ അല്ലേ? വൺസ് പ്ലേസിൽ 4. വീണ്ടും ആ 4 ഇൻറ്റു 4 റേസ് ടു 4 വരുമ്പം എഗെയിൻ ആ 4 ഇൻറ്റു 4 എന്ത് വരും? 6 വരും. അപ്പോൾ നോക്കുക, ഈവൻ നമ്പേഴ്സ് എല്ലാം വരുമ്പോൾ വൺസ് പ്ലേസിൽ ആര് തന്നെയാണ് വരുന്നത്? 6 തന്നെ വരും. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് വരും? 6. സോ 6 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വൺസ് പ്ലേസിൽ വരുന്ന നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അടുത്ത മൂന്നാമതൊരു ചോദ്യം. ABCD ഈസ് എ പാരലോഗ്രാം. ABCD ഒരു പാരലോഗ്രാം എന്ന് വെച്ചാൽ ഓൾ സൈഡ്സ് പാരലാണ്. ഇതും പാരലാണ്, ഇതും പാരലാണ്. ദെൻ ആംഗിൾ B 100 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ആംഗിൾ ബിയുടെ അളവ് 100 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ട്രയാങ്കിൾ APD ഈസ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ. ട്രയാങ്കിൾ APD എന്ന് പറയുന്നത് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ. ഇക്വലാറ്റർ ട്രയാങ്കിൾ മീൻസ് ഓൾ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ട്രയാങ്കിളാണിത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ബാക്കി വായിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് ഇവിടെ നിന്ന് എന്ത് കണ്ടെത്താൻ സാധിക്കണം? ഇത് ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിൾ ഓരോന്നും എത്രയാണ്? 60 ഡിഗ്രി ഈച്ച് ആയിരിക്കും കേട്ടോ. ഓരോന്നും 60 ഡിഗ്രി വെച്ചായിരിക്കും എന്നുള്ളത് ഓർത്തോണം. ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. ഇനി അവരുടെ ചോദ്യം ഇതാണ്, ഫൈൻഡ് ആംഗിൾ PDC. ഈ ആംഗിൾ എത്ര എന്നാണ് ചോദ്യം. ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പം നമ്മൾക്കിവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. ഇത് 100 ആണ്. നോക്കുക, 2 പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ കോ ഇൻറ്റീരിയർ ആംഗിൾസ്, അതായത് അകത്തുള്ള 2 കോണുകളും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്? 180. അപ്പോൾ ഇത് 100 ആണെങ്കിൽ ഇത് എത്രയാണ്? ഇത് 80 ആയിരിക്കുമല്ലോ, ഉറപ്പല്ലേ? അപ്പോൾ ഇത് 80 ആണെങ്കിൽ ഇത് ഫുള്ള് എത്രയാണ്? ഇത് രണ്ടും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 180. അപ്പോൾ ഇത് ഫുള്ള് 100 അല്ലേ? അപ്പോൾ ഇത്രയും 60 ആണെങ്കിൽ ബാക്കി എത്ര വരും? 40 ഡിഗ്രി അല്ലേ? ശരിയല്ലേ? 100ൽ നിന്ന് 60 കുറച്ചാൽ ബാക്കി എത്ര വരും? 40. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ ടീച്ചർ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് എഴുതി ചെയ്തൊക്കെ പഠിച്ച് നോക്കണം കേട്ടോ.